ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ഇൻട്രസ്റ്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് മണി സപ്ലൈ എന്താണെന്ന് മനസ്സിലാക്കാം. അതായത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുകയും കുറയുകയും ചെയ്യുന്നതിനനുസരിച്ച് മണി സപ്ലൈയിൽ എന്തൊക്കെ വേരിയേഷൻസ് ഉണ്ടാകുന്നു എന്നാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇൻട്രസ്റ്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് മണി സപ്ലൈ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഇൻട്രസ്റ്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് മണി സപ്ലൈ റെഫേഴ്സ് ടു ദ റെസ്പോൺസീവ്നെസ് ഓർ സെൻസിറ്റിവിറ്റി ഓഫ് ദ മണി സപ്ലൈ ടു ചേഞ്ചസ് ഇൻ ദ ഇൻട്രസ്റ്റ് റേറ്റ്. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് മാറുന്നതിനനുസരിച്ച് അതിനോട് എങ്ങനെ മണി സപ്ലൈ പ്രതികരിക്കുന്നു എന്നുള്ളതാണിത്. അത് സ്പെസിഫിക്കലി ഇറ്റ് മെഷേഴ്സ് ഹൗ മച്ച് ദ ക്വാണ്ടിറ്റി ഓഫ് മണി സപ്ലൈഡ് ചേഞ്ചസ് ഇൻ ദ റെസ്പോൺസ് ടു ചേഞ്ചസ് ഇൻ ദ ഇൻട്രസ്റ്റ് റേറ്റ്. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ച് ആയപ്പോഴത്തേക്ക് എത്ര ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ച് ആയപ്പോഴത്തേക്ക് അതിനോടനുബന്ധിച്ച് അതിന് പ്രതികരണമായിട്ട് എത്ര മണി സപ്ലൈയിൽ എത്ര ചേഞ്ച് ഉണ്ടായി എന്നതാണ് ഇത് കാണിക്കുന്നത്. നമുക്കിതിൻ്റെ ഡെഫിനേഷൻ ഒരു ഇക്വേഷനായിട്ട് പറയാവുന്നതാണ്. അതായത് ഇൻട്രസ്റ്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് മണി സപ്ലൈ ഈസ് ഫോർമലി ഡിഫൈൻഡ് ആസ് ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദ മണി സപ്ലൈ ഡിവൈഡഡ് ബൈ ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദ ഇൻട്രസ്റ്റ് റേറ്റ് ദാറ്റ് കോസ്റ്റ് ഇറ്റ്. അതായത് ഇക്വേഷനായിട്ട് ഇങ്ങനെ എഴുതാം: പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ മണി സപ്ലൈ ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ്. അതായത് എത്ര ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ച് ആയപ്പോഴാണ് മണി സപ്ലൈയിൽ എത്ര ചേഞ്ച് ഉണ്ടായത്. അതായത് പെർസെൻറ്റേജ് ചേഞ്ച് ഓഫ് മണി സപ്ലൈ ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദ ഇൻട്രസ്റ്റ് റേറ്റ്. ഇതാണ് ആ ഒരു ഇക്വേഷനായിട്ട് പറയാൻ കഴിയുന്നത്. നമുക്കിനി ഇതിൻ്റെ ഇലാസ്റ്റിസിറ്റിയുടെ അളവ് നോക്കാം. അതായത് ഇത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അറിയാവുന്നവർക്ക് കുറച്ചൊരു എളുപ്പമായിരിക്കും. അത് കണ്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാൻ ക്ലിക്ക് ചെയ്താൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് മനസ്സിലാക്കാവുന്നതാണ്. അതായത് അതുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് ദ ഇൻട്രസ്റ്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് മണി സപ്ലൈ ഈസ് ഗ്രേറ്റർ ദാൻ 1, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഇൻട്രസ്റ്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് മണി സപ്ലൈ ഒന്നിൽ കൂടുതലായ, നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ചെയ്ത് കിട്ടുമ്പോഴത്തേക്ക് അത് അതിൻ്റെ വാല്യൂ ഒന്നിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് മണി സപ്ലൈ ഈസ് ഇലാസ്റ്റിക് വിത്ത് റെസ്പെക്ട് ടു ദ ഇൻട്രസ്റ്റ് റേറ്റ്. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ച് ആവുന്നതിനനുസരിച്ച് മണി സപ്ലൈയിൽ നല്ലൊരു മാറ്റം ഉണ്ടാകുന്നു എന്നാണ് എൻ്റെ അർത്ഥം. ദിസ് മീൻസ് ദാറ്റ് എ സ്മാൾ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദ ഇൻട്രസ്റ്റ് റേറ്റ് ലീഡ്സ് ടു എ ലാർജർ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദ മണി സപ്ലൈ. ഇൻട്രസ്റ്റ് റേറ്റിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞാൽ മണി സപ്ലൈയിൽ വലിയൊരു മാറ്റം ഉണ്ടാകും. അതാണ് അതിൻ്റെ വാല്യൂ ഒന്നിൽ കൂടുതലായുള്ള അങ്ങനെ വന്നതിൻ്റെ അർത്ഥം. ഇനി ഇഫ് ദ ഇലാസ്റ്റിസിറ്റി ലെസ് ദാൻ 1, അതായത് ഇക്വേഷൻ ചെയ്ത് വരുമ്പോഴത്തേക്ക് അതിൻ്റെ വാല്യൂ ഒന്നിൽ താഴെയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് മണി സപ്ലൈ ഈസ് ഇൻഇലാസ്റ്റിക്. മണി സപ്ലൈ ഇൻഇലാസ്റ്റിക്, അതായത് മണി സപ്ലൈ മാറുന്നില്ല, ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ച് ആവുന്നതിനനുസരിച്ച് മണി സപ്ലൈ മാറുന്നില്ല എന്നാണ് എൻ്റെ അർത്ഥം. വിത്ത് റെസ്പെക്ട് ടു ദ ഇൻട്രസ്റ്റ് റേറ്റ്. ഹിയർ ചേഞ്ച് ഇൻ ദ ഇൻട്രസ്റ്റ് റേറ്റ് റിസൾട്ട്സ് ഇൻ എ പ്രൊപ്പോർഷണേറ്റ്ലി സ്മാളർ ചേഞ്ച് ഇൻ ദ മണി സപ്ലൈ. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ച് ആവുന്നതിനെക്കാട്ടിലും കുറവൊരു ചേഞ്ചാണ് മണി സപ്ലൈയിൽ ഉണ്ടായിരിക്കുന്നതെന്നാണ് എൻ്റെ അർത്ഥം. അടുത്ത് നമുക്ക് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഇലാസ്റ്റിസിറ്റി എന്താണെന്ന് നോക്കാം. അതായത് ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് മോണിറ്ററി പോളിസിയാണ്. മോണിറ്ററി പോളിസിയെ പറ്റി ഓൾറെഡി ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, അത് ക്ലിക്ക് ചെയ്താൽ അത് കാണാവുന്നതാണ്. ഓക്കെ, അതായത് മോണിറ്ററി പോളിസി ഈ ഇലാസ്റ്റിസിറ്റിയെ ബാധിക്കുന്ന ഒരു ഘടകമാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെൻട്രൽ ബാങ്ക്സ് ഇൻഫ്ലുവൻസ് ദ മണി സപ്ലൈ ത്രൂ വേരിയസ് പോളിസി ടൂൾസ് ലൈക്ക് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, റിസർവ് റിക്കർ, അതെല്ലാം ഞാൻ ആ വീഡിയോ പറയുന്നുണ്ട്. ആൻഡ് ഡിസ്കൗണ്ട് റേറ്റ്സ് വിച്ച് ക്യാൻ ബി അഫക്റ്റഡ് ബൈ ചേഞ്ചസ് ഇൻ ദ ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള പോളിസിയൊക്കെ ഇൻട്രസ്റ്റ് റേറ്റിൽ ചേഞ്ച് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ചേഞ്ച് ഉണ്ടാകുന്നതിന് കാരണമാകുന്നത്. അപ്പം ഒന്നാമത്തെ ഫാക്ടറാണ് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. അടുത്ത ഫാക്ടർ എന്ന് പറയുന്നത് ഡിമാൻഡ് ഫോർ മണിയാണ്. ഡിമാൻഡ് ഫോർ മണി ഇൻട്രസ്റ്റ് റേറ്റിൽ ചേഞ്ച് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ ഡിമാൻഡ് ഫോർ മണി ആൾസോ അഫക്ട്സ് ഹൗ ചേഞ്ചസ് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ് ഇൻഫ്ലുവൻസ് ദ മണി സപ്ലൈ. ഈ മണി സപ്ലൈയിൽ ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ച് ഉണ്ടായിക്കൊണ്ട് മണി സപ്ലൈയിൽ വ്യത്യാസം വരുത്താൻ കഴിയുന്ന ഒരു മറ്റൊരു ഘടകമാണ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് ഇൻട്രസ്റ്റ് റേറ്റ് റൈസ്, പലിശ നിരക്ക് ഒരുപാട് കൂടുകയാണെന്നുണ്ടെങ്കിൽ ഡിമാൻഡ് ഫോർ മണി മൈറ്റ് ഡിക്രീസ്. അതായത് ഡിമാൻഡ് ഫോർ മണി കുറയും, അതായത് ആൾക്കാർ ലോൺ കുറയ്ക്കുന്നു, ഒരുപാട് പലിശ അടയ്ക്കേണ്ടി വരുന്നു. ഈ രീതി ചിന്തിക്കുക. ആസ് പീപ്പിൾ സേവ് മോർ ഇൻ ഇൻട്രസ്റ്റ് ബിയറിംഗ് അക്കൗണ്ട്സ് റാദർ ദാൻ ഹോൾഡിംഗ് ക്യാഷ്. അവരെന്ത് ചെയ്യുന്നു, കൂടുതൽ പണം കൊണ്ടുവന്ന് സ്പെൻഡ് ചെയ്യാതെ ബാങ്കിൽ കൊണ്ടിട്ട് കൂടുതൽ പലിശ എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അവർ ലോൺ എടുക്കുന്നത് നിർത്തിയിട്ട് സേവ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഓക്കെ, അപ്പോൾ അത് മണി സപ്ലൈ ബാധിക്കുന്ന ഒരു ഘടകമല്ലേ. ആൾക്കാരുടെ പണമെല്ലാം ബാങ്ക് കിടക്കുകയല്ലേ, എക്കണോമിയിലുള്ള മണി സപ്ലൈ അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. അടുത്തത്, ഇത് എങ്ങനെ എക്കണോമിയെ ബാധിക്കുന്നു, അതായത് ഇമ്പാക്റ്റ് ഓൺ ദ എക്കോണമി, എക്കോണമിയിൽ എന്ത് ആഘാതമാണ് സൃഷ്ടിക്കുന്നത് നോക്കാം. അതായത് അണ്ടർസ്റ്റാൻഡിങ് ദ ഇൻട്രസ്റ്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് മണി സപ്ലൈ ഈസ് ക്രൂഷ്യൽ ഫോർ പോളിസി മേക്കേഴ്സ്. അതായത് പോളിസി മേക്കേഴ്സിന് ഈ ഇൻട്രസ്റ്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് മണി സപ്ലൈ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് എക്കണോമിസ്റ്റുകൾക്കും ആൻഡ് എക്കണോമിക്സ്. ഓക്കെ, എന്തുകൊണ്ടെന്ന് കഴിഞ്ഞാൽ ഇറ്റ് അഫക്ട്സ് എക്കണോമിക് വേരിയബിൾസ് സച്ച് ആസ് ഇൻഫ്ലേഷൻ. അത് ഇൻഫ്ലേഷനെ, പണപ്പെരുപ്പത്തെ ബാധിക്കുന്ന ഒരു ഘടകമാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ലെവൽസിനെ ബാധിക്കും, ആൻഡ് ഓവറോൾ എക്കണോമിക് ഗ്രോത്തിനെ ബാധിക്കും. അതുകൊണ്ട് പോളിസി മേക്കേഴ്സിനൊക്കെ എക്കണോമിക്സുകൾക്ക് ഇത് മനസ്സിലാക്കിയേ മതിയാവും. ഓക്കെ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഫോർ ഇൻസ്റ്റൻസ്, ഇൻ ടൈംസ് ഓഫ് എക്കണോമിക് ഡൗൺ ടൗൺ, അതായത് എക്കണോമി ഡൗൺ ടൗൺ ആയിരിക്കുന്ന സമയത്ത്, അതായത് റിസഷൻ ആയിരിക്കുന്ന സമയത്ത് സെൻട്രൽ ബാങ്ക്സ് മേ ഡിക്രീസ് ഇൻട്രസ്റ്റ് റേറ്റ്. അതായത് ആൾക്കാരുടെ സ്പെൻഡിങ് ഹാബിറ്റ്സ് വർദ്ധിപ്പിക്കുന്നതിന് പലിശ നിരക്ക് കുറയ്ക്കുന്നു. പലിശ നിരക്ക് കുറയ്ക്കുമ്പോഴത്തേക്ക് ആൾക്കാരെന്ത് ചെയ്യും, കൂടുതൽ ലോൺ എടുക്കുന്നു, എന്നിട്ട് സ്പെൻഡ് ചെയ്യുന്നു എന്ന് ചിന്തിക്കുക കേട്ടോ. ഇൻട്രസ്റ്റ് റേറ്റ് ടു സ്റ്റിമുലേറ്റ് ബോറോയിങ് ആൻഡ് സ്പെൻഡിങ്.
അത് സ്പെൻഡിങ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, ദെയർ ബൈ ഇൻക്രീസിങ് ദ മണി സപ്ലൈ ആൻഡ് ബൂസ്റ്റിംഗ് എക്കണോമിക് ആക്ടിവിറ്റി. അപ്പോൾ എക്കണോമിക് ആക്ടിവിറ്റികൾ വർദ്ധിക്കുന്നു. ഒരുപാട് ക്രയവിക്രയങ്ങൾ, അത് വാങ്ങുകയും വിൽക്കുകയൊക്കെ നടക്കുമ്പോഴത്തേക്ക് എക്കണോമിക് ആക്ടിവിറ്റി വർദ്ധിക്കുന്നു. ഇങ്ങനെയാണ് ഇത് എക്കണോമിയെ ഇമ്പാക്റ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡയഗ്രം പരിശോധിക്കാം. ഇതിൽ ഈ ഡയഗ്രത്തിൽ വൈ ആക്സിൽ ഇൻട്രസ്റ്റ് റേറ്റും എക്സ് ആക്സിൽ ക്വാണ്ടിറ്റി ഓഫ് മണിയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ആദ്യത്തെ ഇനീഷ്യൽ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത് ഇ എന്ന് കാണിച്ചിരിക്കുന്നതാണ് ഇനീഷ്യൽ ഇക്വിലിബ്രിയം പോയിന്റ്. അവിടെ വെച്ചാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് R0യും മണി സപ്ലൈ M0 ആണ്. അത് എസ് മണി സപ്ലൈ, എം ക്വാണ്ടിറ്റി ഓഫ് മണിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കേട്ടോ. അപ്പം ഇവിടെ ഇ എന്ന ഇക്വിലിബ്രിയം പോയിന്റിൽ ഇങ്ങനെ ഒരു പലിശ നിരക്കിലും മണി സപ്ലൈയിലും ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ഗവൺമെൻറ് ഒരു കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസി കൊണ്ടുവരുന്നു. കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസി നമുക്കറിയാം, ഗവൺമെൻറ് സ്പെൻഡിങ് കുറച്ചിട്ട് ടാക്സ് റേറ്റ് കൂട്ടുന്നു, അതായത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂട്ടുന്നതാണ് ഒരു കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് R0യിൽ നിന്നും R1ലേക്ക് ഉയരുന്നു. അത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുന്നതിൻ്റെ ഫലമായിട്ട് പുതിയ ഇക്വിലിബ്രിയം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അത് E1ലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ മണി സപ്ലൈ എന്ന് പറയുന്നത് S1ലേക്ക് മാറുന്നു. ഓക്കെ, S1ലേക്ക് ആ കർവ് മാറുമ്പോഴത്തേക്ക് ക്വാണ്ടിറ്റി ഓഫ് മണി M1 ആയിട്ട് അവിടെ മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ മണി സപ്ലൈ കുറയുമ്പോഴത്തേക്ക് അവിടെ എന്താണ് ലെസ് ലോണുകളാണ്, അതായത് ആൾക്കാർ ലോൺ എടുക്കുന്ന കുറയ്ക്കുന്നു. അപ്പം ലോൺ എടുക്കുന്ന കുറയ്ക്കുമ്പോഴത്തേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കുറയുന്നു. അപ്പം ലോ ഇൻവെസ്റ്റ്മെൻറ്റ്, എക്കണോമിയിൽ നിക്ഷേപങ്ങൾ കുറച്ചാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ നിക്ഷേപങ്ങൾ കുറയുമ്പോഴത്തേക്ക് പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നില്ല. അപ്പോൾ ലോ എംപ്ലോയ്മെൻറ്റ്. അതാണ് കോൺട്രാക്ഷൻ ഫിസ്ക്കൽ പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇതിൽ തന്നെ എക്സ്പാൻഷൻ ഫിസ്ക്കൽ പോളിസി, അതായത് ഗവൺമെൻറ് സ്പെൻഡിങ് കൂട്ടിയിട്ട് ടാക്സ് റേറ്റ് കുറയ്ക്കുന്നു. അതായത് ആൾക്കാരുടെ കയ്യിലുള്ള ആൾക്കാരുടെ സ്പെൻഡിങ് ഹാബിറ്റ്സ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് R0യിൽ നിന്നും R3യിലേക്ക് കുറയുകയാണ് ചെയ്യുന്നത്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയുകയാണ്, പലിശ നിരക്ക് കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ മണി സപ്ലൈ എന്ന് പറയുന്നത് S0യിൽ നിന്നും S2യിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ സംഭവിക്കുമ്പോൾ ക്വാണ്ടിറ്റി ഓഫ് മണി എന്ന് പറയുന്നത് M0യിൽ നിന്ന് M3യിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് കൂടുതൽ ലോൺ അവസരങ്ങൾ, അതായത് പലിശ നിരക്ക് കുറവല്ല, അപ്പോൾ ആൾക്കാർ കൂടുതൽ ലോൺ എടുക്കുന്നു, മോർ ഇൻവെസ്റ്റ്മെൻറ്റ്, ലോൺ എടുത്ത് കൂടുതൽ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോഴത്തേക്ക് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഉയർന്ന തൊഴിലവസരങ്ങൾ, ഹൈ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഉണ്ടാകുന്നു. ഇതൊക്കെയാണ് ഈ ഡയഗ്രത്തിലൂടെ പറയാനുള്ളത്. ഓക്കെ, ഇതെല്ലാം നമുക്ക് ഓൾ ഓഫ് എ സഡൻ നടക്കുന്ന അല്ല. നമ്മൾ ഇപ്പം ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് അത് ഗ്രാജുവലി ഇങ്ങനെ ചേഞ്ച്, ചിലപ്പോൾ മാസങ്ങൾ വർഷങ്ങളൊക്കെ എടുത്ത് ചേഞ്ചായി വരുന്നൊരു പ്രോസസ്സാണ് ഇതിലൂടെ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ഓർക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.